ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ കഥ ആരംഭിക്കുന്നത് ഒരു ആർട്ടിക് പ്രദേശം കാണിച്ചിട്ടാണ്. കുറെ ഓഫീസേഴ്സ് ഇപ്പോ അവിടെ ഒരു സാധനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർന്നു പോയ ഒരു എയർക്രാഫ്റ്റ് ആണത്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ആ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ നേരത്തെ സെർച്ചിനൊടുവിൽ അവർ ആ എയർക്രാഫ്റ്റ് കണ്ടെത്തി. അതിപ്പോൾ ഐസ് പിടിച്ച് കിടക്കുകയാണ്. അവരുടനെ തന്നെ ഒരു ലേസർ വെച്ചിട്ട് ആ എയർക്രാഫ്റ്റിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം അതിനകത്തൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്ത് സെർച്ചിനൊടുവിൽ അവരവിടെ ഒരു സാധനം കണ്ടെത്തുന്നുണ്ട്. അതൊരു ഷീൽഡ് ആയിരുന്നു. ഇനി കാണിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ചില കാര്യങ്ങളാണ്. അതായത് വർഷം 1942. നോർവേ ആണ് സ്ഥലം. അവിടെ ഒരു പള്ളിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് അയാൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്താണ് അയാളുടെ ഒരു ജോലിക്കാരൻ വളരെ വെപ്രാളത്തോടെ അങ്ങോട്ട് ഓടി വരുന്നത്. ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു JCB അങ്ങോട്ട് വന്നിട്ട് ആ പള്ളിയുടെ കവാടം മൊത്തം തകർത്ത് കളയുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നിന്നൊരു വലിയ കല്ല് വീണിട്ട് ആ ജോലിക്കാരൻ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കവാടമൊക്കെ തകർത്തിട്ട് കുറെ ആൾക്കാർ അതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്തോ ഒരു സാധനം അന്വേഷിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ നേരെ ചെല്ലുന്നത് ആ പള്ളിക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ശവകുടീരത്തിന്റെ അടുത്തേക്കാണ്. 4-5 പേരുണ്ടായിരുന്നു അവര്. പക്ഷെ അവര് വിചാരിച്ചിട്ട് ആ ശവകുടീരത്തിന്റെ അടപ്പ് തുറക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവരുടെ ലീഡർ അങ്ങോട്ട് വരുന്നത്. ഇയാളുടെ പേര് ജോഹാൻ സ്മിത്ത് എന്നാണ്. വന്ന ഉടനെ തന്നെ അയാൾ കൂളായിട്ട് ആ ശവപ്പെട്ടിയുടെ അടപ്പ് മാറ്റാണ്. അതിനകത്ത് ജീർണിച്ച രീതിയിൽ ഒരു ശവം കിടക്കുന്നുണ്ട്. ആ ശവത്തിന്റെ നെഞ്ചിലായിട്ട് എന്തോ ഒരു ഐസ് ക്യൂബ് പോലെ ഒരു സാധനം കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ സ്മിത്ത് അങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അത് താഴെയിട്ട് പൊട്ടിച്ചു കളയാണ്. അതിനുശേഷം ആ വയസ്സായ ആളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ സാധനത്തിന്റെ ഒറിജിനൽ എവിടെയാണ് എന്ന് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വംശത്തെ മൊത്തം ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെയാണ് സ്മിത്ത് പറയുന്നത്. പക്ഷെ ആ വൃദ്ധനാണെങ്കിൽ അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് സ്മിത്ത് അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു വലിയ മരത്തിന്റെ കൊത്തുമണി ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾ വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിലൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അതിലൊരു പാമ്പിന്റെ തല കാണുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ആ പാമ്പിന്റെ കണ്ണിലൊന്ന് പ്രസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അതൊരു വലിപ്പ് പോലെ തുറന്നു വരികയും ചെയ്യുന്നു. ആ വലിപ്പിലുണ്ടായിരുന്നത് ഒരു ബോക്സ് ആയിരുന്നു. അയാൾ അത് ഉടനെ തന്നെ തുറന്നു നോക്കുകയാണ്. ഈ സമയം ഒരു നീല വെളിച്ചമാണ് പുറത്തേക്ക് വരുന്നത്. ആ സാധനമായിരുന്നു ഈ സ്മിത്ത് അന്വേഷിച്ചു വന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല. നമ്മൾ ഈ തോർ സിനിമയുടെ അവസാന ഭാഗത്ത് ടെസറാക്ട് എന്ന് പറയുന്ന ഒരു ക്യൂബ് കണ്ടിട്ടില്ലായിരുന്നു? അതായിരുന്നു അത്. അങ്ങനെ അയാൾ ആ ടെസറാക്റ്റുമായിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആ വൃദ്ധൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ്, അതിന്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് വൃദ്ധൻ പറയുന്നത്. എന്നാൽ സ്മിത്ത് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ ഉടനെ തന്നെ ഒരു തോക്കെടുത്തിട്ട് ആ വൃദ്ധനെ വെടിവെച്ച് കൊല്ലാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. വർഷം 1943 അതായത് 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയം. അമേരിക്കൻ ആർമിയിലേക്ക് കുറെ പട്ടാളക്കാരെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അമേരിക്കൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വന്ന ഒരാളാണ് സ്റ്റീവ് റോജേഴ്സ്. അവനിപ്പോൾ അവന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ ശരീരം എന്ന് പറയുന്നത് തീരെ മെലിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ ആ സെലക്ട് ചെയ്യുന്ന ആൾക്ക് അവൻ ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടില്ല. മാത്രമല്ല അവന്റെ ബോഡിയുടെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അയാൾ ആർമിയിൽ സെലക്ട് ചെയ്യാതെ റിജക്ട് ചെയ്യാണ്. ഈ സ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിനെ സേവിക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും അയാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും തീരെ ആരോഗ്യവാനല്ലാത്ത അവനെ ആർമിയിലേക്ക് എടുക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. സ്റ്റീവ് റോജേഴ്സ് ഇപ്പോ അവിടെ ആർമിയിൽ തന്നെ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ സംബന്ധിച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ വേറൊരുത്തരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റിയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സിനിമ വെക്കി എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ കാണുമ്പോൾ തിയേറ്ററിന് മുമ്പിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? അത് തന്നെയാണ് ഇവിടെ സ്റ്റീവൻ ചെയ്യുന്നത്. നിനക്ക് ബഹളം ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത്, വേണമെന്നുണ്ടെങ്കിൽ പുറത്തു പോയി ബഹളം ഉണ്ടാക്കിക്കോ എന്നൊക്കെയാണ് സ്റ്റീവ് അവന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആ ബഹളം ഉണ്ടാക്കിയ പയ്യന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ സ്റ്റീവിനെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവനെ പിടിച്ച് ഇടിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ആ പയ്യൻ സ്റ്റീവിനെ ഉപദ്രവിക്കുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ സ്റ്റീവിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റീവൻ അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും തളരും വരെ അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റീവിന്റെ സുഹൃത്തായ ബക്കി അങ്ങോട്ട് വരുന്നത്. അവൻ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പയ്യനാണ്. വന്ന ഉടനെ തന്നെ ബക്കി ആ പയ്യനെ അടിച്ചു ഓടിച്ചു വിടാണ്. അതിനുശേഷം സ്റ്റീവിനെ പിടിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അവനൊന്ന് നോർമൽ ആക്കിയതിനു ശേഷം ബക്കി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇവൻ ഈ ആർമിയിലെ സെലക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവന് സെലക്ഷൻ കിട്ടി. അവൻ ഉടനെ തന്നെ യുദ്ധത്തിന് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സ്റ്റീവിനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി സിറ്റിയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായ ഹോവാർഡ് സ്റ്റാർക്കാണ് ആ എക്സ്പോ നടത്തുന്നത്. അത് കാണാനാണ് ഇന്ന് രാത്രി അവർ പോകുന്നത്. അങ്ങനെ അവർ ഉടനെ തന്നെ ആ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഈ സമയം ഹോവാർഡ് സ്റ്റാർക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാൾ ഫ്യൂച്ചറിസ്റ്റിക് ആയ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് അയാൾ കാണിക്കുന്നത്.
അതായത് ചക്രങ്ങളില്ലാത്ത കാറ്. പക്ഷെ ഈ ഒരു സമയം ആ കാറ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. അതായത് ആ പരീക്ഷണം പാളിപ്പോവാണ്. അത് കാണുമ്പോൾ സ്റ്റാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാറാണ്, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചക്രങ്ങളില്ലാത്ത കാറുകൾ നിരത്തിൽ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തൽക്കാലത്തേക്ക് അതിൽ നിന്ന് തടിയൂരാണ്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ബക്കി തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റീവിനെ കാണാനില്ല. സ്റ്റീവ് നേരെ പോയിരിക്കുന്നത് ആർമിയിൽ ആ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ്. അവിടെ കുറെ പട്ടാളക്കാർ നിരന്നു നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയുടെ നേരെ മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന വ്യക്തിയുടെ മുഖം മുന്നിലത്തെ ഫോട്ടോയിലുള്ള പട്ടാളക്കാരന്റെ മുഖമായിട്ട് കാണാൻ പറ്റും. എന്നാൽ സ്റ്റീവിനെ സംബന്ധിച്ചിട്ട് അവൻ പൊക്കം കുറവാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ചിത്രത്തിലെ പട്ടാളക്കാരന്റെ ഉയരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് കണ്ട് അവൻ ആകെ നിരാശയിൽ നിൽക്കുമ്പോഴാണ് ബക്കി അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അവൻ സ്റ്റീവിനെ ഉപദേശിക്കാൻ തുടങ്ങി. നീ കുറെ കാലമായില്ലേ സ്റ്റീവ് ഇതിന് ട്രൈ ചെയ്യുന്നത്? നിന്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് നിനക്ക് ഒരിക്കലും ഇവിടെ സെലക്ഷൻ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ വേറെ വല്ല പണിയും നോക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെയാണ് ബക്കി പറയുന്നത്. എന്നാൽ സ്റ്റീവ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും പട്ടാളത്തിൽ കയറും എന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഈ രാജ്യത്തിൽ ജനിച്ചതാണ്, അപ്പൊ പിന്നെ ഈ രാജ്യത്തെ സേവിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട് എന്നൊക്കെയാണ് അവൻ വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ കാണിക്കുന്നു പറഞ്ഞിട്ട് ബക്കി അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം മറ്റൊരാൾ കേൾക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഡോക്ടർ എബ്രഹാം എർസ്കിൻ എന്നാണ്. സ്റ്റീവ് നരുന്തുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും അവന്റെ ആ രാജ്യസ്നേഹമൊക്കെ കാണുമ്പോൾ അയാൾക്കും ശരിക്കും കൗതുകമായി. അങ്ങനെ ബക്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് സ്റ്റീവ് വീണ്ടും ചെല്ലുന്നത് ആ സെലക്ഷൻ കമ്മിറ്റിയുടെ അടുത്തേക്കാണ്. പലതവണ അപ്ലൈ ചെയ്ത് പരാജയപ്പെട്ടുകൊണ്ട് തന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടി അവൻ അവന്റെ സ്ഥലം മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അവനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവൻ ഉടായിപ്പുമായിട്ട് വന്നതാണ് എന്ന കാര്യം അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും അവൻ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഈ സമയത്താണ് എബ്രഹാം അങ്ങോട്ട് വരുന്നത്. അവൻ ഉടായ്പ കാണിച്ചിട്ടാണ് വീണ്ടും അവൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം എബ്രഹാമിന് അറിയാം. എങ്കിലും അവന്റെ രാജ്യസ്നേഹത്തെ കുറിച്ചിട്ട് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അവനെ സെലക്ട് ചെയ്യാണ്. പക്ഷെ ഒരു സാധാരണ പട്ടാളക്കാരനായിട്ടല്ല അയാൾ അവനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അയാളും ടീമും കൂടെ അവിടെ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. അതായത് യുദ്ധത്തിന് വേണ്ടി സൂപ്പർ സോൾജറെ ഉണ്ടാക്കുക, ഒരു തരത്തിലുള്ള മരുന്ന് കുത്തിവെച്ചിട്ട് ഒരു മനുഷ്യന് സൂപ്പർ പവർ നൽകുക എന്നതാണ് ആ പരീക്ഷണം. അയാളെ നോക്കുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യൻ സ്റ്റീവ് ആണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ അവനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ എബ്രഹാം എർസ്കിൻ ഉണ്ടല്ലോ, അയാളും അയാളുടെ അസിസ്റ്റന്റ് ആയ ഡോക്ടർ സോളയും ചേർന്നിട്ട് ആ ടെസറാക്ട് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ടെസറാക്ടിനകത്തുള്ള അളവില്ലാത്ത എനർജി വെച്ചിട്ട് അവർക്ക് ഓരോരോ ആയുധങ്ങൾ നിർമ്മിക്കണം. അതാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആ ടെസറാക്ടിനകത്തുള്ള എനർജി ഡോക്ടർ സോള മറ്റൊരു ഡിവൈസിന്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ എനർജി വെച്ചിട്ട് ഏത് യുദ്ധം വേണമെങ്കിലും നമുക്ക് ജയിക്കാൻ സാധിക്കും എന്നാണ് ഡോക്ടർ സോള പറയുന്നത്. അതെല്ലാം കേട്ട് അബ്രഹാം ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ സ്റ്റീവിന്റെയും കൂട്ടരുടെയും ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പെഗ്ഗി കാർട്ടർ എന്നു പേരുള്ള ഒരു ലേഡി ഓഫീസറാണ് അവർ ആ ട്രെയിനിങ് ഒക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കഠിനമായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ആ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവന്റെ കൂടെയുള്ളവരാണെങ്കിൽ അവനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരുടെ മേജർ അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നത്. അതായത് അവിടെ ഒരു വലിയ തൂണ് നിൽക്കുന്നുണ്ട്. ആ തൂണിന് മുകളിലായിട്ട് ഒരു കൊടിയും. ആരാണോ ആദ്യം ആ കൊടിയെടുക്കുന്നത് അവർക്ക് പെഗ്ഗിയുടെ കൂടെ അവളുടെ വണ്ടിയിൽ ക്യാമ്പിലേക്ക് പോവാം എന്നാണ് മേജർ പറയുന്നത്. അതിനെ തുടർന്ന് ഓരോ പട്ടാളക്കാരനും ആ തൂണിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ആ തൂണിലൂടെ മുകളിലേക്ക് കയറിയിട്ട് ആ കൊടി പറിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ സ്റ്റീവ് ആണെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടാണ് ആ ടാസ്കിനെ സമീപിക്കുന്നത്. അതായത് അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ തൂണ് മറിച്ച് താഴേക്കിടാണ്. അതിനുശേഷം കൂളായിട്ട് ചെന്നിട്ട് ആ കൊടി എടുത്തിട്ട് നേരെ മേജറിന്റെ കൈ കൊണ്ടുകൊടുക്കുന്നു. അവന്റെ ആ ബുദ്ധിപരമായ നീക്കം കണ്ട് പെഗ്ഗിയും ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ട്രെയിനിങ് ഒക്കെ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മേജർ എബ്രഹാമിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നിങ്ങളല്ലേ ഈ സ്റ്റീവിനെ സെലക്ട് ചെയ്തത്? ഇവന്റെ ഈ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ സൂപ്പർ സോൾജർ പരീക്ഷണത്തിന് ഇവൻ വിജയിക്കുക എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ ബാക്കി സെലക്ട് ചെയ്ത പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റീവിനാണ് ഏറ്റവും കൂടുതൽ വിൽ പവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റീവ് തന്നെയാണ് നമ്മുടെ പരീക്ഷണത്തിന് ഏറ്റവും ഉചിതം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ മേജർക്ക് അതങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. അവന്റെ ആ വിൽ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ഡെമ്മി ഗ്രനേഡ് എടുത്തിട്ട് അവരുടെ മുന്നിലേക്ക് ഇടാണ്. അത് ഗ്രനേഡ് ആണെന്ന് മനസ്സിലാവുമ്പോൾ ബാക്കിയുള്ളവന്മാരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റീവ് ആണെങ്കിൽ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവൻ വേഗം ഓടി ചെന്നിട്ട് ആ ഗ്രനേഡിന്റെ മുകളിലേക്ക് കയറി കിടക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അവന്റെ വിൽ പവർ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം മേജറിന് മനസ്സിലായി. മാത്രമല്ല പെഗ്ഗിക്കും അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ സമയം രാത്രി. ഡോക്ടർ എർസ്കിൻ ഇപ്പോ സ്റ്റീവിനെ കാണാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. നാളെയാണ് ആ സൂപ്പർ സോൾജറിന്റെ എക്സ്പെരിമെന്റ് നടത്തുന്നത്. അതിനു മുമ്പായിട്ട് സ്റ്റീവിന്റെ മാനസിക നില എങ്ങനെയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാളെ കാണുമ്പോൾ എന്തിനാണ് സാർ
എന്നെ തന്നെ ഈ പരീക്ഷണത്തിന് സെലക്ട് ചെയ്തത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, അതിന്റെ കാരണം നിന്റെ വിൽ പവർ ആണ്. മാത്രമല്ല മറ്റുള്ളവർക്കുള്ളതിനേക്കാളും കൂടുതൽ രാജ്യസ്നേഹം നിനക്കാണുള്ളത്. കൂടാതെ നീ നല്ലൊരു പട്ടാളക്കാരൻ കൂടെയാണ്. നിനക്കില്ലാത്തതാണ് ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്നത്, അതായത് സൂപ്പർ പവർ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ യുക്തിപരമായിട്ട് ഉപയോഗിക്കാം എന്ന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നിങ്ങനെയുള്ള വിശദീകരണമാണ് എർസ്കിൻ അവന് കൊടുക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ പരീക്ഷണം നടത്തുന്നത്? അവൻ വീണ്ടും ചോദിക്കുന്നു. ഈ സമയത്താണ് അയാൾ മറ്റൊരു കഥ പറയുന്നത്. അത് ആ സ്മിത്തിന്റെ കാര്യമാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സ്മിത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹിറ്റ്ലറുടെ കൂടെയാണ്. ഈ സ്മിത്ത് ആണ് ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആരംഭിച്ചത്. വളരെ മാരകമായിട്ടുള്ള ആയുധങ്ങളാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ ഹിറ്റ്ലറെ പോലെ തന്നെ സ്മിത്തും സയൻസിൽ മാത്രമല്ല വിശ്വസിച്ചിരുന്നത്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും അയാൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഭൂമിയിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന കാര്യം അയാൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു സൂപ്പർ പവർ വേണം എന്നാണ് ഈ സ്മിത്ത് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ആ സൂപ്പർ പവർ കിട്ടാൻ വേണ്ടി അയാൾ ഈ ഡോക്ടർ എർസ്കിനെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ആ സൂപ്പർ സോൾജറിന്റെ മരുന്ന് ഈ സ്മിത്തിന്റെ ശരീരത്തിലേക്ക് കുത്തിവെപ്പിച്ചു. പക്ഷെ ആ സമയത്ത് ആ മരുന്ന് പൂർണ്ണമായ അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കുത്തിവെച്ച് കഴിഞ്ഞപ്പോ ഈ സ്മിത്തിന്റെ ശരീരം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അയാൾക്ക് സൂപ്പർ പവർ കിട്ടി. പക്ഷെ അതിന്റെ സൈഡ് എഫക്ട് കാരണം അയാൾ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വില്ലനായി തീർന്ന അയാൾ അറിയപ്പെട്ടിരുന്നത് റെഡ് സ്കൾ എന്ന പേരിലാണ്. ഇപ്പോൾ അയാളും അയാളുടെ അസിസ്റ്റന്റ് ആയ ഡോക്ടർ സോളയും ചേർന്നിട്ട് ഈ ലോകത്തെ മൊത്തം നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എർസ്കിൻ സ്റ്റീവിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ് സ്റ്റീവ്. ഇതേ സമയം തന്നെ ഈ എക്സ്പെരിമെന്റ് നടത്താൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ സോളയും അറിഞ്ഞിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ ആ കാര്യം സ്മിത്തിനെ അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അതൊരിക്കലും നടക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും ആ സൂപ്പർ സോൾജിയറിന്റെ സിറം നമുക്ക് അടിച്ചു മാറ്റണം, അതിനുവേണ്ടി ഉടനെ തന്നെ ആളുകളെ പറഞ്ഞേക്കി എന്നാണ് സ്മിത്ത് സോളയുടെ അടുത്ത് പറയുന്നത്. അയാളാണെങ്കിൽ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നാണ് ആ സൂപ്പർ ഹ്യൂമന്റെ പരീക്ഷണം നടക്കുന്നത്. വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആ പരീക്ഷണം നടത്തുന്നത്. സ്റ്റീവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പെഗ്ഗിയാണ്. പോകുന്ന വഴിക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇടി കിട്ടാറുള്ള സ്ഥലങ്ങളൊക്കെ അവൻ പെഗ്ഗിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവൻ അവന്റെ ജീവിതത്തിൽ പാലിക്കുന്ന ചില എത്തിക്സിനെ കുറിച്ചൊക്കെ അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്കാണെങ്കിൽ അവനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം അവനോട് ചോദിക്കുന്നത്. നീ ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ടൊക്കെ അടുക്കാറുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കും അതിനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ പരീക്ഷണം നടത്തുന്ന സ്ഥലത്തെത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ സീക്രട്ട് ആയിട്ടാണ് ആ പരീക്ഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ലൈബ്രറി എന്ന് തോന്നിക്കുന്ന ഒരു ബിൽഡിംഗിന്റെ അകത്താണ് അത് നടക്കുന്നത്. സ്റ്റീവൻ അങ്ങോട്ട് കൊണ്ടുവന്നത് കാണുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അത്ഭുതമായി. ഇവനെ വെച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എർസ്കിൻ ആണെങ്കിൽ അത് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പരീക്ഷണം നടത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു. എർസ്കിന്റെ കൂടെ ഹോവാർഡ് സ്റ്റാർക്കും ഉണ്ട്. അയാളാണ് ആ മെഷീന്റെ എഞ്ചിനീയർ. അങ്ങനെ ഉടനെ തന്നെ അവർ സ്റ്റീവിനെ ഒരു ചേംബറിന്റെ അകത്തേക്ക് കിടത്തുകയാണ്. അതിനുശേഷം അവന്റെ ശരീരത്തിലേക്ക് ആ സൂപ്പർ ഹ്യൂമൻ സിറം ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഹോവാർഡ് സ്റ്റാർക്ക് ആണെങ്കിൽ ആ മെഷീൻ ഓൺ ആക്കുകയാണ്. 70% പവർ അതിന് കൊടുക്കുമ്പോഴേക്കും ആ മെഷീനിൽ നിന്നും എന്തൊക്കെയോ പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല സ്റ്റീവ് ആണെങ്കിൽ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ പെഗ്ഗി ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഉടനെ തന്നെ ഈ പരീക്ഷണം അവസാനിപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീവനെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് ഡോക്ടർ ആണെങ്കിൽ ആ പരീക്ഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതാണ്. എന്നാൽ അതിനിടയിലാണ് സ്റ്റീവ് ആ ചേംബറിന്റെ അകത്തുനിന്ന് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും ഈ മെഷീൻ സ്റ്റോപ്പ് ചെയ്യരുത്, എനിക്കിത് താങ്ങാൻ പറ്റും, ഈ പരീക്ഷണം കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ അവന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവർ ആ പരീക്ഷണം കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ പരീക്ഷണം അവസാനിച്ചു. അവരുടനെ തന്നെ ആ ചേംബർ ഓപ്പൺ ചെയ്യാണ്. അതിനുള്ളിൽ ആ കാഴ്ച അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു നരുന്ത് പയ്യനെയാണ് അവർ ആ ചേംബറിന്റെ അകത്തേക്ക് കടത്തിയത്. എന്നാൽ അവൻ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഒരു ഭീമാകാരനായിട്ടുള്ള മനുഷ്യനായിട്ടാണ്. അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം ആ കൂട്ടത്തിൽ മറ്റൊരുത്തൻ നിൽക്കുന്നുണ്ട്. ആ പരീക്ഷണം വിജയമായി എന്ന് കാണുമ്പോൾ അവൻ അവന്റെ കയ്യിലുള്ള ഒരു ഡിവൈസിൽ വിരലമർത്താണ്. അതോടൊപ്പം തന്നെ ആ ലാബിന് ഉൾവശം മൊത്തം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ അവിടെ നിന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അവിടെ ബ്ലാസ്റ്റ് ചെയ്ത അയാളാണെങ്കിൽ നേരെ ചെന്നിട്ട് ബാക്കിയുള്ള അവിടുത്തെ സിറം കയ്യിലെടുക്കുകയാണ്. മാത്രമല്ല അയാൾ ആ എർസ്കിനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി ആ സ്മിത്ത് പറഞ്ഞേച്ച ആളായിരുന്നു. അയാൾ ഉടനെ തന്നെ ആ സിറവും കൊണ്ട് പുറത്തേക്ക് ഓടിപ്പോവാണ്. അതെല്ലാം കാണുമ്പോൾ സ്റ്റീവ് ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എത്ര ശ്രമിച്ചാലും എന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അവൻ എടുത്തുകൊണ്ട് പോയ ആ സിറം ഉണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ടതാണ്, അതെന്തായാലും തിരിച്ചു പിടിക്കണം, അതിന് നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നീ, എനിക്ക് വേണ്ടി നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അയാൾ കണ്ണുകൾ അടയ്ക്കുകയാണ്. അങ്ങനെ സ്റ്റീവ് ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആ സിറോ അടിച്ചുകൊണ്ട് പോയതിന്റെ പുറകെ ഓടുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അയാളാണെങ്കിൽ ഒരു
ഒരു കാറിൽ കയറി അവിടെ നിന്ന് ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റീവിന് ഇപ്പോൾ പുതിയ ശരീരമാണ്, മാത്രമല്ല അവന്റെ സൂപ്പർ സ്പീഡും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണയായതുകൊണ്ട് ശരിക്കും കഷ്ടപ്പെട്ടാണ് അവൻ അവന്റെ ശരീരം കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ അവൻ ആ കാറിനെ ഫോളോ ചെയ്ത് ഓടാൻ തുടങ്ങി. അതിനിടയിൽ അയാളാണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സബ്മറൈൻ്റെ അകത്തേക്കാണ് കയറുന്നത്. എന്നാൽ സ്റ്റീവ് അയാളെ വിടുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ ആ സബ്മറൈൻ്റെ അടുത്തേക്ക് ചാടിയിട്ട് അതിന്റെ മുകൾ ഭാഗം മൊത്തം തകർത്ത് അയാളെ പുറത്തേക്ക് എടുക്കുകയാണ്. അതിനിടയിൽ ആ സിറത്തിന്റെ ട്യൂബ് താഴേക്ക് വീണ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അയാളെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അവൻ അയാളോട് കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. നീ ആരാണ്, എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ അവൻ അതിന് മറുപടി പറയുന്നില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇനിയും ആളുകൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു സയനൈഡ് കടിക്കുകയാണ്. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് ഹൈഡ്ര വിജയിക്കട്ടെ എന്നും കൂടെ അയാൾ പറയുന്നുണ്ട്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കാണ് സ്റ്റീവ്. ഈ സമയത്താണ് അവൻ അവന്റെ തന്നെ ശരീരം ഒന്ന് നോക്കുന്നത്. നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ജർമ്മനിയിലെ കുറച്ച് പട്ടാളക്കാരൊക്കെ ആ സ്മിത്തിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. കുറേയേറെ കാശ് അവർ ഈ സ്മിത്തിന്റെ പരീക്ഷണത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ സ്മിത്ത് ആണെങ്കിൽ കുറെ തോക്കുകൾ ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ മറ്റൊന്നും ഇതുവരെയായിട്ടും ജർമ്മനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ആ ജർമ്മനിയിലെ പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവര് നല്ല രീതിയിൽ സ്മിത്തിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കാശായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുടക്കുന്നത്, എന്നിട്ട് ഇതുവരെ അതിനൊരു ഫലവും ഉണ്ടായിട്ടില്ല. എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ സ്മിത്തിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കാണാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സ്മിത്ത് അവരെയും കൂട്ടി അയാളുടെ ലാബിലേക്കാണ് പോകുന്നത്. ആ ടെസറാക്റ്റിന്റെ പവർ വെച്ചിട്ട് അയാൾ ഒരു ഗൺ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗൺ ഉപയോഗിച്ച് അയാളുടെ ശത്രുക്കളുടെ മുഴുവൻ ആസ്ഥാനവും തകർത്ത് കളയാൻ സാധിക്കും എന്നൊക്കെയാണ് അയാൾ ഇപ്പോൾ പട്ടാളക്കാരുടെ അടുത്ത് പറയുന്നത്. അതിലൊരാൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജർമ്മനിയുടെ ക്യാപിറ്റലായ ബെർലിനും ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ ആ പട്ടാളക്കാരന് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പൊ കളിച്ച് കളിച്ച് നിങ്ങളെ സഹായിക്കുന്ന രാജ്യത്തിനെതിരായിട്ടാണോ നിങ്ങളുടെ പ്രവൃത്തികൾ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും സ്മിത്ത് ആണെങ്കിൽ ആ ഗണ്ണ് വെച്ചിട്ട് അയാളെ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അയാളെ പൂർണ്ണമായിട്ട് പൊടിഞ്ഞു പോവാണ്. അയാളെ മാത്രമല്ല അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു പട്ടാളക്കാരെയും സ്മിത്ത് ആ ഗണ്ണ് വെച്ചിട്ട് കൊന്നു കളയുന്നുണ്ട്. അതൊക്കെ കണ്ട് ഒരു ഞെട്ടലോട് അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ഡോക്ടർ സോള. ഇയാൾ എന്തിനുള്ള പുറപ്പാടിലാണ് എന്നൊക്കെയാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഹോവാർഡ് സ്റ്റാർക്കും അയാളുടെ ടീമും കൂടെ നേരത്തെ സ്മിത്ത് അയച്ചവൻ രക്ഷപ്പെടാൻ ശ്രമിച്ച ആ സബ്മറൈൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്റ്റാർക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് അറിയാത്ത രീതിയിലുള്ള ടെക്നോളജിയാണ് ആ സബ്മറൈനിൽ ഉണ്ടായിരുന്നത്. ഇത് ആരാണ് പണിതത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് പെഗ്ഗിയാണ്. ഇത് ഹൈഡ്രയുടെ പണിയാണ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ആ ഡിസ്കഷനിൽ ഹൈഡ്ര എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അവർക്ക് എതിരായിട്ട് നിൽക്കുന്നത് എന്ന് പട്ടാളക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഹൈഡ്രയുമായിട്ട് ഒരു യുദ്ധത്തിന് പോണം എന്നാണ് കേണൽ പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് സ്റ്റീവ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് ആ സ്മിത്തിന്റെ പണി തീർത്തിട്ട് വരാം എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ കേണൽ അതിന് സമ്മതിക്കുന്നില്ല. നിന്റെ ശരീരത്തിൽ ആ സിറം വർക്കായി എന്നത് സത്യം തന്നെയാണ്. പക്ഷെ നീ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ പരീക്ഷണത്തിന് സമ്മതിച്ചത്. വേറെയും കുറെ സൂപ്പർ സോൾജേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയതോ നിന്നെ മാത്രമാണ്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് കേണൽ പറയുന്നത്. അങ്ങനെ കേണലാണെങ്കിൽ വേറൊരു ടീമിനെയാണ് ഹൈഡ്രയുമായിട്ടുള്ള ആ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത്. ഈ സമയത്താണ് സെനറ്റർ അങ്ങോട്ട് വന്നിട്ട് സ്റ്റീവിന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അവൻ നേരത്തെ ആ സ്മിത്തിന്റെ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനിടയിൽ അവൻ വേറെ ഒരുപാട് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക എന്നാണ് ജനങ്ങൾ അവനെ വിളിക്കുന്നത്. ഈ ഒരു അവസരം മുതലാക്കി സ്റ്റീവിൻ അമേരിക്കയുടെ ഒരു ഹീറോ ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് സെനറ്ററും ടീമും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവനെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വേഷം കെട്ടിച്ചിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാണ്. അതായത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിൽ രാജ്യസ്നേഹം ഉണ്ടാക്കിയെടുക്കണം. അതാണ് അവർ അവന് കൊടുത്ത ജോലി. അതിനെ തുടർന്ന് അവർ എഴുതി കൊടുത്ത പോലത്തെ പല പ്രസംഗങ്ങളും അവൻ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലൊക്കെ പറയാൻ തുടങ്ങി. അവൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധാരണക്കാരുടെ മുമ്പിൽ ഈ പ്രസംഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അവൻ പോകുന്നത് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരുടെ മുന്നിലേക്കാണ്. ഇവന്റെ പാസ്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. മാത്രമല്ല അവന്റെ ശരീരത്തിലുണ്ടായ ഈ മാറ്റം കാരണം അസൂയപ്പെടുന്ന ആൾക്കാർ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഈ രാജ്യസ്നേഹം തുളുമ്പുന്ന പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പട്ടാളക്കാരൊക്കെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ട് സ്റ്റീവ് ആണെങ്കിൽ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയായി. ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് പെഗ്ഗി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഒരു ആംബുലൻസ് അങ്ങോട്ട് വരുന്നത്. നേരത്തെ ഹൈഡ്രയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് 200 പേരടങ്ങുന്ന ഒരു ആർമി ടീമിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹൈഡ്രയുടെ മുന്നിൽ അവർക്ക് വിജയിക്കാനായില്ല. അതിൽ 50 പേരാണ് ആകെ തിരിച്ചു വന്നിരിക്കുന്നത്. ആർമി നമ്പർ 7 എന്ന് പറയുന്ന ഒരു ടീമാണ് ഹൈഡ്രയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് പോയിരിക്കുന്നത് എന്നാണ് പെഗ്ഗി അവന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സ്റ്റീവൻ ആണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം ഈ ആർമി നമ്പർ 7 എന്ന ടീമിലുള്ളതാണ് അവന്റെ ഫ്രണ്ടായ ബക്കി. ഒരുപക്ഷെ അവൻ എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന പേടിയാണ് സ്റ്റീവിന്. അവൻ ഉടനെ തന്നെ കേണലിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. ആരൊക്കെയാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്നൊക്കെ അയാൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബക്കി
ബക്കിയുടെ പേര് അതിൽ കാണുന്നില്ല. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പെട്ടിരിക്കുന്ന ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു റെസ്ക്യൂ ടീമിനെ അങ്ങോട്ട് അയക്കണ്ടേ എന്നാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത്. എന്നാൽ കേണൽ അതിന് സമ്മതിക്കുന്നില്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇനിയും അങ്ങോട്ട് ആളുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരുപാട് പട്ടാളക്കാരെ നഷ്ടമാവും എന്നാണ് കേണൽ അതിന് മറുപടി പറയുന്നത്. പക്ഷെ അത് കേട്ടിട്ടും സ്റ്റീവ് ആണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നില്ല. തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ അവൻ തയ്യാറാണ്. അങ്ങനെ ഉടനെ തന്നെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഹൈഡ്രയുടെ ആ ആസ്ഥാനത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു. ഈ സമയം പെഗ്ഗി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് പോരുതെന്ന് പറയുന്നുണ്ട്. കാരണം അവൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ അവൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന പേടിയാണ് അവക്ക്. പക്ഷെ അവനാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ബക്കിയെ രക്ഷിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ്. അവൻ അവന്റെ വാശിയിൽ ഉറച്ചു നിൽക്കുന്ന കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരാം, അങ്ങോട്ട് പോകാൻ വേണ്ടി മറ്റൊരാളെ കൂടെ ഞാൻ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പോകുന്നത് ഹോവാർഡ് സ്റ്റാർക്കിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അയാളുടെ പ്രൈവറ്റ് ജെറ്റിൽ കയറിയിട്ടാണ് അവർ ആ ഹൈഡ്രയുടെ ഹൈഡ് ഔട്ടിലേക്ക് പോകുന്നത്. ക്രോസ് എയർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവരുടെ ആ പ്രൈവറ്റ് ജെറ്റ് ആ സ്ഥലത്തിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ അങ്ങോട്ട് ചാടാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന് പെഗ്ഗിക്ക് പ്രോമിസ് കൊടുത്തിട്ട് അവൻ ഒരു പാരച്യൂട്ട് വഴി താഴേക്ക് ചാടുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവൻ താഴേക്ക് ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ അവിടുത്തെ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് നുഴഞ്ഞു കയറണം. അതിനുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ അകത്തേക്ക് കയറുന്നതിനനുസരിച്ചിട്ട് കുറെ ആളുകളൊക്കെ അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവരെല്ലാവരും ഇടിച്ചിട്ടിട്ട് അവൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ അകത്തെത്തി അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ആ ടെസറാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില സാധനങ്ങളൊക്കെ അവൻ കാണുന്നുണ്ട്. അതിലെന്തോ ഒരു സാധനം അവനെടുത്ത് പോക്കറ്റിലിടുകയാണ്. അതിനുശേഷം അവൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവൻ നോക്കുമ്പോൾ അവിടെ കുറേയേറെ സൈനികരെ പൂട്ടിയിട്ടിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ അവരെല്ലാവരെയും മോചിപ്പിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം ഹൈഡ്രയുടെ ആളുകളൊക്കെ അങ്ങോട്ട് വന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സ്മിത്ത് ആണെങ്കിൽ അവിടുത്തെ CCTV വഴി ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് മൊത്തം തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോംബൊക്കെ ഓണാക്കാൻ തുടങ്ങി. ഈ സമയം ക്യാപ്റ്റൻ ആണെങ്കിൽ ബക്കിയെ അന്വേഷിച്ച് നടക്കുകയാണ്. കുറച്ച് സമയത്ത് സെർച്ചിനുള്ളിൽ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന നിലയിൽ ബക്കി അവൻ കണ്ടെത്തുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ബക്കി അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചിട്ട് വേഗം അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ബോംബും പൊട്ടിത്തെറിക്കുന്നത്. അതിനിടയിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ രണ്ടുപേരും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ സ്മിത്ത് അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഈ ഒരു അവസരത്തിലാണ് സ്റ്റീവ് സ്മിത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഉടനെ തന്നെ സ്റ്റീവ് അങ്ങോട്ട് ചെന്നിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ എത്ര ഇടിച്ചിട്ടും അയാൾക്കൊന്നും പറ്റുന്നില്ല. മാത്രമല്ല സ്റ്റീവിനെ സംബന്ധിച്ചിട്ട് അയാളെ തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിരുന്നില്ല. അയാൾ ഓരോ തവണ ഇടിക്കുമ്പോഴും അവന്റെ കയ്യിലുള്ള ആ ഷീൽഡൊക്കെ ചളുങ്ങി പോവാണ്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇയാൾക്ക് ഇത്രമാത്രം പവർ ഉണ്ടോ എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. ഈ സമയത്താണ് സ്മിത്ത് അയാളുടെ മുഖത്തെ സ്കിന്നൊക്കെ വലിച്ചു പറിച്ച് കളയുന്നത്. അങ്ങനെ അയാളിപ്പോ അയാളുടെ ആ വില്ലൻ വേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് റെഡ് സ്കൾ. അയാൾ ആ രൂപത്തിൽ കണ്ട് ബക്കിയും സ്റ്റീവും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ആ സ്മിത്ത് അയാളുടെ അസിസ്റ്റന്റ് ആയ സോളയും കൂട്ടിയിട്ട് അവിടുത്തെ ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവിടെയുള്ള ബ്രിഡ്ജൊക്കെ ഇടിഞ്ഞുളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അതിനിടയിലൂടെ സ്റ്റീവ് ബക്കിയും കൂട്ടി നേരെ മുകളിലേക്കാണ് ഓടിക്കയറുന്നത്. ഇതേ സമയം റെഡ് സ്കൾ ആണെങ്കിൽ സോളയും കൂട്ടി ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത്. ആ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് സ്മിത്ത് അയാളുടെ കാറിന്റെ കീ എടുത്തിട്ട് സോളയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ഉടനെ തന്നെ അയാളോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയാണ്. അതിനുശേഷം സ്മിത്ത് നേരെ പോകുന്നത് ഒരു റോക്കറ്റിന്റെ അടുത്തേക്കാണ്. അങ്ങനെ സോള വേഗം ചെന്നിട്ട് സ്മിത്തിന്റെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സ്മിത്ത് ആണെങ്കിൽ ആ റോക്കറ്റിൽ കയറി മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം അവിടുത്തെ ബോംബൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സ്റ്റീവ് ബക്കിയെ ആ ബ്രിഡ്ജിന്റെ അപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം വളരെ വേഗത്തിൽ ഓടി വന്നിട്ട് സ്റ്റീവും ആ ബ്രിഡ്ജിന്റെ അപ്പുറത്തേക്ക് ചാടുകയാണ്. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു ബോംബും കൂടെ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ഇതുവരെയായിട്ടും ക്യാപ്റ്റനെ കുറിച്ചിട്ട് ഒരു ഇൻഫർമേഷനും കേണലിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചു എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് അയാൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പെഗ്ഗിയും അങ്ങോട്ട് വരുന്നുണ്ട്. അവള് കാരണമാണ് ക്യാപ്റ്റൻ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കേണൽ ഇപ്പോ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പുറത്തു നിന്നൊരു ബഹളം കേൾക്കുന്നത്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അത് ക്യാപ്റ്റൻ ആയിരുന്നു. ഹൈഡ്രയുടെ ആ ഹൈഡ് ഔട്ടിൽ കുടുങ്ങിപ്പോയ ബാക്കിയുള്ള പട്ടാളക്കാരെയും അതുപോലെ അവന്റെ ഉറ്റ സുഹൃത്തായ ബക്കിയെയും രക്ഷിച്ചുകൊണ്ടുള്ള ക്യാപ്റ്റന്റെ വരവായിരുന്നു അത്. അതൊക്കെ കണ്ട് എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ക്യാപ്റ്റൻ വന്ന ഉടനെ തന്നെ കേണലിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് പോയത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്നാൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും കേണലാണെങ്കിൽ അവനൊരു യഥാർത്ഥ പട്ടാളക്കാരനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് കേണൽ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ മിഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കിയതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പട്ടാളക്കാരും കൈയടിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ക്യാപ്റ്റൻ. അങ്ങനെ സമയം രാത്രിയായി. ആ ഒരു വിജയത്തിൽ ഒരു പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഈ സമയത്താണ് പെഗ്ഗി അങ്ങോട്ട് വന്നിട്ട് ക്യാപ്റ്റന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അതായത് ഹോവാർഡ് സ്റ്റാർക്ക് അവന് വേണ്ടിയിട്ട് ഒരു വെപ്പൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ അതൊന്ന് വന്ന് ടെസ്റ്റ് ചെയ്യണം എന്നാണ് അവള് പറയുന്നത്. മാത്രമല്ല അവിടെ നിന്ന് പോകാൻ നേരത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടെ അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഇതുപോലത്തെ ഒരു പാർട്ടിയിൽ വെച്ച് നമുക്കൊരിക്കൽ ഡാൻസ് ചെയ്യണം, ഞാനും എനിക്ക് വേണ്ടി ഒരു പാർട്ട്ണറെ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം ഹോവാർഡ് സ്റ്റാർക്ക് ആണെങ്കിൽ
ആണെങ്കിൽ ക്യാപ്റ്റൻ അയാളുടെ കയ്യിൽ കൊടുത്ത ആ ടെസറാക്റ്റിന്റെ ഒരു കഷ്ണം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോവാർഡ് സ്റ്റാർക്ക് പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയം അയാളെ അന്വേഷിച്ചിട്ട് ക്യാപ്റ്റൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ അയാളെയും വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ഇരിക്കുന്ന ഒരു ലേഡി ക്യാപ്റ്റനെ തിരിച്ചറിയുന്നത്. ഇവള് ക്യാപ്റ്റന്റെ ഒരു ഫാനാണ്. അതുകൊണ്ട് തന്നെ അവൾ അവനെ പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് പെഗ്ഗി അങ്ങോട്ട് കയറി വരുന്നത്. അവൾ നോക്കുമ്പോൾ ക്യാപ്റ്റൻ മറ്റൊരു പെണ്ണുമായിട്ട് കിസ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തിലാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ക്യാപ്റ്റൻ പല കാര്യങ്ങളും പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ക്യാപ്റ്റൻ സ്റ്റാർക്കിന്റെ അടുത്തെത്തി. സ്റ്റാർക്ക് ആണെങ്കിൽ ക്യാപ്റ്റന്റെയും ടീമിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറേയേറെ ആയുധങ്ങളൊക്കെ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കാനാണ് സ്റ്റാർക്ക് ക്യാപ്റ്റൻ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ ക്യാപ്റ്റൻ ഇഷ്ടപ്പെട്ടത് ഒരു ഷീൽഡ് ആണ്. അവൻ അത് എടുത്തു നോക്കുമ്പോൾ സ്റ്റാർക്ക് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇത് നിർമ്മിച്ചിരിക്കുന്നത് വൈബ്രേനിയം കൊണ്ടാണ്. ഈ വൈബ്രേനിയം എന്ന് പറയുന്നത് ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. മാത്രമല്ല അത് കുറച്ചേ കിട്ടാനുള്ളൂ. എന്ത് തരം വൈബ്രേഷനെയും ഈ ഷീൽഡ് കൊണ്ട് തടുക്കാൻ സാധിക്കും. ഒന്നുകൊണ്ടും ഈ ഷീൽഡിനെ തകർക്കാൻ സാധിക്കത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർക്ക് പറയുന്നത്. അതിനിടയിലാണ് പെഗ്ഗി അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഷീൽഡ് ക്യാപ്റ്റൻ അവളുടെ അടുത്ത് ചോദിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ പെഗ്ഗി അവിടുന്ന് ഒരു തോക്ക് എടുത്തിട്ട് അവനെ നേരെ ഷൂട്ട് ചെയ്യാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ഷീൽഡ് വെച്ചിട്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ആ വെടിയുണ്ട കൊണ്ടിട്ടും ആ ഷീൽഡിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അതിൽ നിന്നും അത് എത്രത്തോളം പവർഫുൾ ആണ് എന്ന കാര്യം ക്യാപ്റ്റന് മനസ്സിലായി. അങ്ങനെ ക്യാപ്റ്റന് പുതിയ ഷീൽഡായി, പുതിയ യൂണിഫോമായി. ഇനി അവരുടെ ദൗത്യം ഹൈഡ്രയെ ഒന്നടങ്കം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ക്യാപ്റ്റനും അവന്റെ ടീമും കൂടെ ഹൈഡ്രയുടെ ഓരോരോ സ്ഥലങ്ങളും തേടി പിടിച്ചിട്ട് അവിടെ മൊത്തം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഹൈഡ്രയുടെ ഓരോരോ സ്ഥലങ്ങളും അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്മിത്തും കൂട്ടരും അറിഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റന്റെ ആ പ്രവൃത്തി കണ്ട് അവരാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഹൈഡ്രയുടെ പല ആസ്ഥാനങ്ങളും ക്യാപ്റ്റനും ടീമും നശിപ്പിച്ചു. അവരിപ്പോൾ അവരുടെ അടുത്ത മിഷനായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അതിലൊരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. അതിനകത്താണ് ഡോക്ടർ സോളയുള്ളത്. അയാളെ പിടിക്കാനാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ട്രെയിൻ അതിലെ കടന്നു പോകുമ്പോൾ ക്യാപ്റ്റനും ബക്കിയും കൂടെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റോപ്പിൽ തൂങ്ങി ആ ട്രെയിനിന്റെ മുകളിലേക്ക് ചാടുകയാണ്. അതിനുശേഷം അതിനകത്തേക്ക് കയറി അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് വരുന്നത്. അയാളുടെ കയ്യിൽ ആ ടെസറാക്റ്റിന്റെ എനർജിയുള്ള ഒരു തോക്കുണ്ട്. അയാൾ അത് വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ബക്കിക്ക് നേരെയാണ് അയാൾ വെടിവെച്ചത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അവന്റെ ഷീൽഡ് വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആ ട്രെയിനിന്റെ ഒരു ഭാഗം മൊത്തം തകർന്നു പോകുന്നുണ്ട്. ക്യാപ്റ്റൻ ആണെങ്കിൽ തെറിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷെ ആ മനുഷ്യൻ വീണ്ടും അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ ബക്കി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ക്യാപ്റ്റന്റെ ഷീൽഡ് എടുത്തിട്ട് അത് തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ക്യാപ്റ്റനെ പോലെയല്ല ബക്കി. അതിന്റെ ആ വൈബ്രേഷൻ ബക്കിയെ കൊണ്ട് താങ്ങാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഇമ്പാക്റ്റിൽ ബക്കി ട്രെയിനിന്റെ പുറത്തേക്ക് തെറിച്ചു പോവാണ്. ആ ട്രെയിൻ ഇപ്പൊ പോകുന്നത് ഒരു മലയുടെ സൈഡിലൂടെയാണ്. ബക്കി ആണെങ്കിൽ ആ ട്രെയിനിൽ തൂങ്ങി നിൽക്കുകയാണ്. ക്യാപ്റ്റൻ അവനെ കൊണ്ടാവുന്ന രീതിയിൽ ബക്കിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഉടനെ തന്നെ ബക്കി അവിടെ നിന്ന് പിടുത്തം വിട്ടിട്ട് അവിടുത്തെ ആ മലയുടെ അടിയിലേക്ക് വീണു പോവാണ്. അതൊക്കെ കണ്ട് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് ക്യാപ്റ്റൻ. അങ്ങനെ അവർ ഡോക്ടർ സോളയെ പിടിച്ചു. കേണൽ ഇപ്പോ സോളയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്മിത്തിന്റെ ലക്ഷ്യം എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ സോള പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മിത്ത് സ്വയം വിശ്വസിക്കുന്നത് അയാൾ ദൈവത്തിന്റെ ആരോ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകം മൊത്തത്തിൽ കിട്ടിയാലും അയാൾക്ക് മതിയാവത്തില്ല. കാരണം അയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തെല്ലായിടത്തുമുണ്ട് എന്നൊരു വിശദീകരണമാണ് സോള കേണലിന് കൊടുക്കുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് കേണൽ. ഇതേ സമയം തന്നെ സ്മിത്ത് ആണെങ്കിൽ ലോകം മൊത്തം നശിപ്പിക്കാൻ വേണ്ടി അയാളുടെ ഒരു ആർമിയെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം അയാൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ പട്ടാളക്കാരെല്ലാം എന്താണ് സ്മിത്ത് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അയാളുടെ ശത്രുതയിലുള്ള എല്ലാ സ്ഥലങ്ങളും അയാൾ ബോംബിട്ട് നശിപ്പിക്കാൻ പോവാണ്. 24 മണിക്കൂറിനുള്ളിൽ അയാൾ ആ പരിപാടി തുടങ്ങും. ആദ്യം അയാൾ ചെയ്യാൻ പോകുന്നത് അമേരിക്ക മൊത്തം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പട്ടാളക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ആൽപ്സ് പർവ്വതത്തിന്റെ താഴെയാണ് അയാളുടെ ഹൈഡ് ഔട്ട് എന്ന കാര്യം കൂടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി ക്യാപ്റ്റൻ ഉടനെ തന്നെ ഹൈഡ്രയുടെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ഈ സമയം അവനെ ഫോളോ ചെയ്തുകൊണ്ട് ആ സ്മിത്തിന്റെ ആൾക്കാരും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ അവരുടെ ആ അറ്റാക്കിൽ നിന്ന് കൊഴിഞ്ഞു മാറി അവൻ വേഗം തന്നെ ഹൈഡ്രയുടെ ആ ഹൈഡ് ഔട്ടിലെത്തി. പക്ഷെ അവൻ അതിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ഹൈഡ്രയുടെ മുഴുവൻ ആളുകളും അങ്ങോട്ട് വന്നിട്ട് അവനെ ലോക്ക് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ക്യാപ്റ്റനെ പിടിച്ചിട്ട് ആ സ്മിത്തിന്റെ അടുത്തേക്ക് എത്തിച്ചു. ക്യാപ്റ്റനെ കാണുമ്പോൾ തന്നെ സ്മിത്തിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അയാളുടെ മുഴുവൻ ഹൈഡ് ഔട്ടുകളും ഈ ക്യാപ്റ്റൻ ഒരാളാണ് തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെ അയാൾ ക്യാപ്റ്റനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാൾ വിചാരിക്കുന്ന പോലെ ക്യാപ്റ്റനെ അവർ പിടിച്ചതായിരുന്നില്ല. അത് ക്യാപ്റ്റന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ആ സ്മിത്ത് ക്യാപ്റ്റനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ക്യാപ്റ്റൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ അവന്റെ ടീമിലെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ ക്യാപ്റ്റന്റെ ടീമിലുള്ള ആളുകൾ മൊത്തം ആ സ്മിത്തിന്റെ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന സ്മിത്ത് ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ക്യാപ്റ്റനും അയാളുടെ പുറകെ ഓടുകയാണ്. എന്നാൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും സ്മിത്ത് ആണെങ്കിൽ അയാളുടെ ഒരു ജെറ്റിന്റെ അകത്തേക്കാണ് കയറുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു പോകാൻ തുടങ്ങി. ക്യാപ്റ്റനും അതിന്റെ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ അതിനെ പിടിക്കാനുള്ള സ്പീഡൊന്നും ഇപ്പൊ ക്യാപ്റ്റൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ സ്മിത്തിന്റെ കാർ ഓടിച്ചുകൊണ്ട് കേണലും പെഗ്ഗിയും
അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ ക്യാപ്റ്റൻ ആ കാറിന്റെ അകത്തേക്ക് കയറ്റി ആ ജെറ്റിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ജെറ്റിന്റെ തൊട്ടടുത്തെത്തി ക്യാപ്റ്റൻ അതിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെഗ്ഗി ക്യാപ്റ്റനെ തടയുന്നത്. അതിനുശേഷം അവനൊരു കിസ് കൊടുത്തിട്ടാണ് അവള് ക്യാപ്റ്റനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ആ ജെറ്റ് അവിടെ നിന്ന് പറന്നു വരുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ അതിന്റെ ടയറിലേക്ക് ചാടി പിടിക്കുന്നു. അതിനുശേഷം വേഗം തന്നെ ആ ജെറ്റിന്റെ അകത്തേക്ക് കയറുകയാണ്. അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ ജെറ്റിനകത്ത് മൊത്തം മിസൈലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതൊക്കെ നഗരത്തിലാണ് ഇട്ട് പൊട്ടിക്കേണ്ടത് അതിന്റെ ഒക്കെ പേര് ആ മിസൈലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ വേഗം തന്നെ ചെന്നിട്ട് ആ ബോംബൊക്കെ നിർവീര്യമാക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ സ്മിത്തിന്റെ കുറെ ആളുകൾ ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു കിടിലം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ക്യാപ്റ്റൻ ആ ആളുകളെ മൊത്തത്തിൽ കൊന്നുകളയുന്നു. അതിനുശേഷം അവൻ ആ സ്മിത്തിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അവനിപ്പോൾ ചെന്ന് നിൽക്കുന്നത് ആ ജെറ്റിലെ കൺട്രോൾ റൂമിന്റെ അകത്താണ്. അവൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ സ്മിത്തും അവന്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു കിടിലം ഫൈറ്റ് നടക്കാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ അവന്റെ ഷീൽഡ് വെച്ചിട്ട് സ്മിത്തിന് നേരെ ഒരു എയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാൾ തെറിച്ചു പോവുകയും ചെയ്യുന്നു. മാത്രമല്ല ആ ഷീൽഡ് തട്ടിയിട്ട് ആ ടെസറാക്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെഷീനും തകർന്നു പോവാണ്. അതോടൊപ്പം തന്നെ ആ ടെസറാക്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം സ്മിത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് ആ ടെസറാക്ട് കയ്യിലെടുക്കാണ്. പെട്ടെന്നാണ് അതിൽ നിന്നൊരു എനർജി നേരെ മുകളിലേക്ക് പോകുന്നത്. ആ എനർജിയുടെ ശക്തി സ്മിത്തിന് താങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളും പൊടിഞ്ഞു മുകളിലേക്ക് പോവാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ ആ ടെസറാക്ട് ആണെങ്കിൽ നേരെ താഴേക്കാണ് വീഴുന്നത്. അങ്ങനെ ആ ജെറ്റിന്റെ ഫ്ലോറൊക്കെ ഉരുക്കി ആ ടെസറാക്ട് ക്യൂബ് ഭൂമിയിലേക്ക് തന്നെ വീണു പോവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ജെറ്റിന്റെ കൺട്രോളൊക്കെ വിട്ടിട്ടുണ്ട്. അതെങ്ങാനും താഴെ വീണ് കഴിഞ്ഞാൽ അതിലുള്ള ബോംബ് മൊത്തത്തിൽ പൊട്ടും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ വേഗം ചെന്നിട്ട് ആ ജെറ്റിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അവൻ ഉടനെ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ്. പെഗ്ഗിയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറ്റ് താഴേക്ക് എങ്ങാനും വീണ് കഴിഞ്ഞാൽ ആ വീഴുന്ന ഭാഗം മൊത്തം തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഏതെങ്കിലും വെള്ളത്തിൽ താത്തണം എന്നാണ് അവൻ പറയുന്നത്. അവക്കാണെങ്കിൽ അത് സമ്മതിക്കാന്നല്ലാതെ മറ്റൊരു നിവർത്തിയുമില്ല. അങ്ങനെ ക്യാപ്റ്റൻ വേഗം തന്നെ ആ ജെറ്റും കൊണ്ടുപോകുന്നത് ആർട്ടിക് മേഖലയിലേക്കാണ്. അതിനുശേഷം അവൻ ആ ജെറ്റ് അവിടുത്തെ മഞ്ഞിലിടിച്ചിറക്കുന്നു. അതോടൊപ്പം തന്നെ ആ ജെറ്റ് ആണെങ്കിൽ മഞ്ഞിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം കേട്ട് പെഗ്ഗിയും കേണലും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കടലിന്റെ അടിയിൽ വെച്ചിട്ട് ഹോവാർഡ് സ്റ്റാർക്ക് ആ ടെസറാക്ട് ക്യൂബ് കണ്ടെടുക്കുകയാണ്. ഇത്രയുമാണ് ഈ ഫ്ലാഷ് ബാക്കിൽ പറയുന്നത്. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. ആ പ്ലെയിൻ ക്രാഷ് ആയിട്ടും ക്യാപ്റ്റൻ മരിച്ചിട്ടില്ല. അതിന്റെ കാരണം ക്യാപ്റ്റന്റെ ശരീരത്തിൽ ആ സൂപ്പർ സോൾജർ സെറം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ അപകടത്തിൽ നിന്ന് അവൻ സർവൈവ് ചെയ്തത്. അവന് ബോധം വരുമ്പോൾ അവൻ ഒരു ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ആൾക്കാരെയൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അവൻ വേഗം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. നേരെ അവൻ ഓടിപ്പോകുന്നത് സിറ്റിയിലേക്കാണ്. പക്ഷെ അവിടുത്തെ കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. സിറ്റി മൊത്തം ചേഞ്ച് ആയിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് നിക് ഫ്യൂറി അങ്ങോട്ട് വരുന്നത്. ഈ ഒരു അവസരത്തിലാണ് എന്താണ് ക്യാപ്റ്റന് സംഭവിച്ചത് എന്ന കാര്യം ഫ്യൂറി പറയുന്നത്. അതായത് ആ അപകടത്തിന് ശേഷം 70 വർഷമായിട്ട് ക്യാപ്റ്റൻ ഉറക്കത്തിലായിരുന്നു. നിക് ഫ്യൂറി ആ കാര്യം പറയുന്നത് കേട്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ക്യാപ്റ്റൻ. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനി ഈ സിനിമയുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് മാർവൽ അവഞ്ചേഴ്സ് ആണ്. അത് ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.